മെക്സിക്കോ, ചൈന, കാനഡ എന്നീ രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ പ്രഖ്യാപിച്ചത് ന്യായീകരിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കൻ ജനതയ്ക്ക് തീരുമാനം അല്പം വേദന ഉണ്ടാക്കിയേക്കാമെങ്കിലും വരാൻ പോകുന്നത് അമേരിക്കയുടെ സുവർണ കാലമെന്ന് ട്രംപ് ആവർത്തിക്കുന്നുണ്ട്. ഒപ്പം കാനഡയ്ക്ക് ഒരു വാഗ്ദാനം കൂടിയുണ്ട്. അമേരിക്കയുടെ ഭാഗമായാൽ, അതായത് അമേരിക്കയുടെ US-ന്റെ 51ാമത് സംസ്ഥാനം, യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ 51ാമത് സംസ്ഥാനമായാൽ ഈ തീരുവ അത് വേണ്ടെന്ന് വെച്ചേക്കാം എന്ന് കാനഡയോട് വാഗ്ദാനം നൽകുന്നുമുണ്ട് ട്രംപ്. ന്യൂജേഴ്സിയിൽ നിന്നും മധു കൊട്ടാരക്കര ചേരുന്നു. മധു, ഗുഡ് ഈവനിങ്. അവിടെ ഗുഡ് ഈവനിങ് ആണ്, അപ്പോൾ ഇവിടെ ഗുഡ് മോർണിംഗും ആണ്. അപ്പോൾ എന്താണ് ട്രംപിന്റെ നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. മാത്രമല്ല പുതിയ വാഗ്ദാനം കൂടി നൽകുന്നു. കാനഡയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അപ്പോൾ ട്രംപ് എല്ലാം ഉറപ്പിച്ചു തന്നെയാണല്ലേ? ഗുഡ് മോർണിംഗ് സ്മിത പ്രജിൻ. ട്രംപ് തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞ പല കാര്യങ്ങളും വന്ന് 2 ആഴ്ച ആയതേ ഉള്ളൂ. പക്ഷേ അന്ന് പറഞ്ഞ പല കാര്യങ്ങളും അതിൽ തീരുമാനം എടുത്തെടുത്ത് പോകുന്നതാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പം ഈ ചൈന, കാനഡ, മെക്സിക്കോ എന്നീ 3 രാജ്യങ്ങളുടെ മേൽ തീരുവ ഏർപ്പെടുത്തിയത് വലിയ ചർച്ചയാകുകയുണ്ടായി. ഈ ഉൽപ്പന്നങ്ങൾക്ക് പ്രഖ്യാപിച്ചത് ന്യായീകരിച്ചുകൊണ്ട് ഇന്ന് അദ്ദേഹത്തിന്റെ ഈ സ്വകാര്യ വസതി ഫ്ലോറിഡയിൽ നിന്നാണ് ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് വന്നിരിക്കുന്നത്. അമേരിക്കൻ ജനതയ്ക്ക് ഈ തീരുമാനം അല്പം വേദന ഉണ്ടാക്കിയേക്കാം, പക്ഷേ വരാനിരിക്കുന്നത് അമേരിക്കയുടെ ഒരു സുവർണ കാലമാണെന്ന് ട്രംപ് വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. ഈ നിയമവിരുദ്ധ കുടിയേറ്റവും അതുപോലെ മയക്കുമരുന്ന് വ്യാപാരവും ഒക്കെ തടയുന്നതിന് ഇത്തരം താരിഫുകൾ ആവശ്യമാണെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ട്രംപിന്റെ 25% ഈ താരിഫുകൾക്കെന്നാൽ തിരിച്ചടിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുവാൻ കാനഡയും മെക്സിക്കോയും ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. കാനഡയ്ക്ക് പക്ഷേ സ്മിത പറഞ്ഞ പോലെ ഡൊണാൾഡ് ട്രംപ് ഒരു വലിയ ഓഫറാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കാനഡ അമേരിക്കയുടെ 51ാമത്തെ സംസ്ഥാനമായി മാറണം. കാനഡയിലെ ജനങ്ങൾക്ക് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ നികുതികളും അതുപോലെ ഏറ്റവും മികച്ച സൈനിക സംരക്ഷണവും അമേരിക്ക ഉറപ്പു നൽകും. ഇത് കൂടാതെ ഈ താരിഫുകളെല്ലാം എടുത്തു കളയുകയും ചെയ്യും. അതേസമയം അമേരിക്കയുമായിട്ട് ഒരു വ്യാപാര യുദ്ധത്തിന് കാനഡയുടെ ഇപ്പം പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ട്രൂഡോയ്ക്ക് പകരം മത്സരിക്കുന്ന ക്രിസ്റ്റിയ ഫ്രീലാൻഡ് പറയുന്നത് ഒരു യുദ്ധത്തിനില്ല, പക്ഷേ വിട്ടുകൊടുക്കത്തില്ലെന്ന് അവർ തീർത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ ട്രംപിന്റെ തീരുമാനം 2 കൂട്ടർക്കും നഷ്ടമുണ്ടാകുന്നതായിരിക്കും. ഈ തുറന്ന യുദ്ധം കാരണം ധാരാളം കാനഡയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ അമേരിക്കൻ ജനത ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് ട്രംപ് മറന്നുപോകരുത്. അതിനെല്ലാം വില കൂടുകയും ചെയ്യുമെന്നും പറയുന്നുണ്ട്. സ്മിത പ്രജിൻ.